Ladies and gentlemen, boys and girls, ഇന്നത്തെ വീഡിയോ ഞാൻ പറയാൻ പോകുന്നത് എങ്ങനെയാണ് ഇതുപോലെ ട്രാൻസ്ഫോമർ ട്രാൻസിഷൻ ക്രിയേറ്റ് ചെയ്യുന്നത് ഇൻ ആഫ്റ്റർ എഫക്ട്സ്. രണ്ട് വീഡിയോ ഞാൻ ആഡ് ചെയ്തു, ടൈം ലൈനിൽ പ്രീകോം ചെയ്തു, എന്നിട്ട് പ്ലേസ് ചെയ്ത് ഇതുപോലെ വെച്ചു. ഫസ്റ്റ് വീഡിയോ എൻഡിൽ ഞാൻ പ്ലേ ഹെഡ് കൊണ്ടുവച്ചു, എന്നിട്ട് കോമ്പോസിഷൻ, സേവ് ഫ്രെയിം ആസ് ഫയൽ, ഔട്ട്പുട്ട് മോഡ്യൂൾ, PNG സീക്വൻസ്. Then render. For next video ഞാൻ പ്ലേ ഹെഡ് at the beginning കൊണ്ടുവച്ചു, edit composition, save frame as file, output module PNG sequence, then render. ഇനി നമ്മൾ രണ്ട് കാറും റിമൂവ് ചെയ്യുകയാണ് ബാക്ക്ഗ്രൗണ്ടിൽ നിന്നും. അതിനായി ഫോട്ടോഷോപ്പിലെ ജനറേറ്റീവ് ഫീൽഡ് ഉണ്ട്, അതുപോലെ വേറെ കുറേ വെബ്സൈറ്റ്സും ഉണ്ട്. ഞാനിവിടെ യൂസ് ചെയ്യാൻ പോകുന്നത് ഫോട്ടോറൂം എന്ന വെബ്സൈറ്റ് ആണ്. ഹോം പേജിൽ നിന്ന് നമ്മൾ താഴോട്ട് പോകുമ്പോൾ റിമൂവ് ഒബ്ജക്ട്സ് ഇൻ സെക്കൻഡ്സ് എന്ന ഓപ്ഷൻ കാണും. ഇത് ക്ലിക്ക് ചെയ്യുക, എന്നിട്ട് നമ്മൾ റെൻഡർ ചെയ്ത ഇമേജ് സെലക്ട് ചെയ്യുക. ബ്രഷ് ടൂൾ യൂസ് ചെയ്ത് റിമൂവ് ചെയ്യുക കാർ. ഈ സെയിം പ്രോസസ് തന്നെ സെക്കൻഡ് ഇമേജിലും അപ്ലൈ ചെയ്യുക. ഇനി നമ്മൾ ആഫ്റ്റർ എഫക്ട്സിൽ പോയി രണ്ട് ബാക്ക്ഗ്രൗണ്ട് ഇമേജ് ഇമ്പോർട്ട് ചെയ്യുക. ഞാൻ ഫസ്റ്റ് ഇമേജ് ടൈം ലൈനിൽ ആഡ് ആക്കി ഇൻ മിഡിൽ. ഞാൻ 4 സെക്കൻഡിൽ കൊണ്ടുപോയി പ്ലേസ് ചെയ്തു, 20 ഫ്രെയിംസ് മുന്നോട്ട് പോയി കട്ട് ചെയ്തു റിമൈനിങ് പാർട്ട്. സെക്കൻഡ് ഇമേജ് ടൈം ലൈനിൽ ആഡ് ആക്കി, 10 ഫ്രെയിംസിൽ കൊണ്ടുവന്ന് പ്ലേസ് ചെയ്തു, എന്നിട്ട് ബാക്കി പാർട്സ് ഡിലീറ്റ് ചെയ്തു. ഞാൻ ഈ രണ്ട് ഇമേജും ഇവിടെ പ്ലേസ് ചെയ്തു. എന്നിട്ട് BMW വീഡിയോ കോമിന്റെ ഡ്യൂപ്ലിക്കേറ്റ് ക്രിയേറ്റ് ചെയ്തു. പ്ലേസ് ചെയ്ത് BMW ബാക്ക്ഗ്രൗണ്ട് ഇമേജിന്റെ ടോപ്പിൽ പ്ലേസ് ചെയ്തു. ഇതുപോലെ ബാക്ക്ഗ്രൗണ്ട് ഇമേജിന്റെ ഫസ്റ്റ് ഫ്രെയിമിൽ ഞാൻ ഈ ഡ്യൂപ്ലിക്കേറ്റ് കോം റൈറ്റ് ക്ലിക്ക് ചെയ്തു, ടൈം, ഫ്രീസ് ഫ്രെയിം, ഡ്രാഗ് ചെയ്ത് 10 ഫ്രെയിംസിൽ കൊണ്ടുവച്ചു. എന്നിട്ട് റിമൈനിങ് പാർട്ട് ഡിലീറ്റ് ചെയ്തു. ഇനി ഞാൻ പെൻ ടൂൾ യൂസ് ചെയ്ത് ഈ വീല് മാസ്ക് ചെയ്തു. എന്നിട്ട് ഞാൻ ഈ ഫ്രീസ് ഫ്രെയിം കോമിന്റെ ഡ്യൂപ്ലിക്കേറ്റ് ക്രിയേറ്റ് ചെയ്തു. ഇതിലെ മാസ്ക് ഡിലീറ്റ് ചെയ്ത് ന്യൂ മാസ്ക് ക്രിയേറ്റ് ചെയ്തു. ഇതുപോലെ അത് കഴിഞ്ഞതിന് ശേഷം ഈ കോംബ് ഡ്യൂപ്ലിക്കേറ്റ് ക്രിയേറ്റ് ചെയ്തു, മാസ്ക് ഡിലീറ്റ് ചെയ്ത് ന്യൂ മാസ്ക് ക്രിയേറ്റ് ചെയ്തു. ഇതുപോലെ ഞാൻ ടോട്ടൽ 7 മാസ്ക് ആണ് ക്രിയേറ്റ് ചെയ്തത്. വീല്, ഹെഡ്ലൈറ്റ്, ഫ്രണ്ട്, സൈഡ്, ബാക്ക് വീൽ, സ്പോയിലർ, ടോപ്പ്. ഇനി ഞാൻ സെക്കൻഡ് വീഡിയോ കോംബിൽ പോയി ഡ്യൂപ്ലിക്കേറ്റ് ക്രിയേറ്റ് ചെയ്തു. ഫസ്റ്റ് ഫ്രെയിമിൽ പ്ലേ ഹെഡ് കൊണ്ടുവച്ചിട്ട് റൈറ്റ് ക്ലിക്ക്, ടൈം, ഫ്രീസ് ഫ്രെയിം. ഞാൻ ഈ ഡ്യൂപ്ലിക്കേറ്റ് സെക്കൻഡ് ഇമേജിന്റെ ഫസ്റ്റ് ഫ്രെയിമിൽ കൊണ്ടുവച്ചു. എന്നിട്ട് മാസ്ക് ചെയ്തു, വീല്, ന്യൂ ഡ്യൂപ്ലിക്കേറ്റ് ക്രിയേറ്റ് ചെയ്തു. ഈ ഫ്രീസ് ഫ്രെയിം കോമിന്റെ മാസ്ക് ഡിലീറ്റ് ചെയ്ത് ന്യൂ മാസ്ക് ക്രിയേറ്റ് ചെയ്തു. നമ്മൾ നേരത്തെ മാസ്ക് ചെയ്ത സെയിം സ്റ്റെപ്സ് തന്നെ. ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം ഞാൻ ഈ ഫ്രീസ് ഫ്രെയിം കോംസ് എല്ലാം സെലക്ട് ചെയ്ത് ട്രിം ചെയ്ത് സെക്കൻഡ് ഇമേജിലെ എൻ ഫ്രെയിമിൽ കൊണ്ടുവച്ചു. ഇതുപോലെ ഇനി ഞാൻ ഫസ്റ്റ് ഫ്രീസ് ഫ്രെയിം കോംബ് എല്ലാം സെലക്ട് ചെയ്ത് ഇതിന്റെ പൊസിഷൻ ഓപ്പൺ ആക്കി. കീ ഫ്രെയിം സെറ്റ് ചെയ്തു. അത് ബിഗിനിങ് 5 ഫ്രെയിംസ് മുന്നോട്ട് പോയി ഓരോ പാർട്സും ഇതുപോലെ പ്ലേസ് ചെയ്ത് വെച്ചു. അടുത്ത എൻഡിൽ പോയി ഈ പാർട്സ് എല്ലാം വീണ്ടും പഴയതുപോലെ കൊണ്ടുവച്ചു. ബട്ട് ഇത് പെർഫെക്റ്റ് ആകണമെന്നില്ല, ഏകദേശം ഒന്നായി കിട്ടിയാൽ മതി. ഇനി ഞാൻ സെക്കൻഡ് ഫ്രീസ് ഫ്രെയിം കോംസിൽ എല്ലാം സെലക്ട് ചെയ്തു, ഓപ്പൺ പൊസിഷൻ, കീ ഫ്രെയിം സെറ്റ് ചെയ്തു. ഈ കീ ഫ്രെയിംസ് എല്ലാം ഞാൻ എൻഡിൽ പ്ലേസ് ചെയ്തു. എന്നിട്ട് ബിഗിനിങ്ങിൽ ഞാൻ ഈ ഫ്രീസ് ഫ്രെയിം കോംബ് എല്ലാം കുറച്ച് ലെഫ്റ്റിലോട്ട് വെച്ചു. ഇപ്പോൾ നമ്മുടെ ഫസ്റ്റ് കാർ പാർട്സ് എവിടെയൊക്കെയാണ് പ്ലേസ് ചെയ്തിരിക്കുന്നത് അവിടെയെല്ലാം ഈ സെക്കൻഡ് കാർ ഇമേജിന്റെ പാർട്സ് വെക്കുക. എന്നിട്ട് ഞാൻ ഈ കീ ഫ്രെയിംസ് പ്ലേസ് ചെയ്ത് സെക്കൻഡ് ഇമേജിന്റെ ഫസ്റ്റ് ഫ്രെയിമിൽ ഇട്ടു. എന്നിട്ട് റിമൈനിങ് പാർട്ട് ട്രിം ചെയ്തു. 5 ഫ്രെയിംസ് മുന്നോട്ട് പോയി ഈ പാർട്സ് എല്ലാം നേരത്തെ പോലെ ഇഷ്ടമുള്ള പ്ലേസിൽ വെക്കാം.
എല്ലാം കീ ഫ്രെയിംസ് ഈസി ചെയ്തു. എന്നിട്ട് ഇഫക്ട്സ് ആൻഡ് പ്രീസെറ്റ്സിൽ പോയി ട്രാൻസ്ഫോം ആഡ് ആക്കി ഏതെങ്കിലും ഒരു ഫ്രീസ് ഫ്രെയിം കോമ്പിൽ ട്രാൻസ്ഫോം ആൾട്ട് കീ ഹോൾഡ് ചെയ്ത് പൊസിഷൻ കീ ഫ്രെയിം സെലക്ട് ചെയ്തു. ആഡ് എക്സ്പ്രഷൻ വിഗിൾ ഓപ്പൺ ബ്രാക്കറ്റ് 5,50 ക്ലോസ് ബ്രാക്കറ്റ്. ആൾട്ട് കീ ഹോൾഡ് ചെയ്ത് സ്കെയിൽ കീ ഫ്രെയിം സെലക്ട് ചെയ്യുക. എന്നിട്ട് ആഡ് എക്സ്പ്രഷൻ വിഗിൾ ഓപ്പൺ ബ്രാക്കറ്റ് 5,30 ക്ലോസ് ബ്രാക്കറ്റ്. ഈ ട്രാൻസ്ഫോം കോപ്പി ചെയ്ത് ബാക്കി കാണുന്ന എല്ലാ ഫ്രീസ് ഫ്രെയിം കോമ്പിലും പേസ്റ്റ് ചെയ്യുക. അതുപോലെ ഈ എല്ലാ ഫ്രീസ് ഫ്രെയിമിലും മോഷൻ ബ്ലർ ആഡ് ആക്കുക. ഇനി ഞാൻ സ്പാർക്കിൾസിന്റെ ഓവർലേ വീഡിയോ ഞാൻ ആഡ് ആക്കി ടൈംലൈനിൽ പ്ലേസ് ചെയ്ത് ഫസ്റ്റ് ബാക്ക്ഗ്രൗണ്ട് ഇമേജിന്റെ ടോപ്പിൽ ഇട്ടു. സ്കെയിൽ ആൻഡ് പൊസിഷൻ അഡ്ജസ്റ്റ് ചെയ്തു. ബ്ലെൻഡ് മോഡ് സ്ക്രീൻ. ഈ വീഡിയോയുടെ ബാക്കി പോർഷൻ കട്ട് ചെയ്ത് സെക്കൻഡ് ഇമേജിന്റെ ടോപ്പിൽ പ്ലേസ് ചെയ്തു. ട്രാൻസ്ഫോം കോപ്പി ചെയ്ത് പേസ്റ്റ് ചെയ്യുക. അതുപോലെ മോഷൻ ബ്ലറും ആഡ് ആക്കുക. ഇനി ഞാൻ സെക്കൻഡ് ബാക്ക്ഗ്രൗണ്ട് ഇമേജിനെ മാസ്ക് ചെയ്യുകയാണ്. സെക്കൻഡ് ബാക്ക്ഗ്രൗണ്ട് ഇമേജ് സെലക്ട് ചെയ്ത് പെൻ ടൂൾ യൂസ് ചെയ്ത് ഞാൻ ഈ റോഡ് മാസ്ക് ചെയ്തു. ഇനി ഞാൻ ഈ ഇമേജ് ഡ്യൂപ്ലിക്കേറ്റ് ക്രിയേറ്റ് ചെയ്ത് മാസ്ക് ഡിലീറ്റ് ചെയ്തു. ന്യൂ മാസ്ക് ക്രിയേറ്റ് ചെയ്ത് ഈ ഗ്രീൻ ഏരിയ മാസ്ക് ചെയ്തു. രണ്ട് ഇമേജ് സെലക്ട് ചെയ്ത് പൊസിഷൻ ഓപ്പൺ ആക്കി. അറ്റ് ദ എൻഡിൽ പോയി പൊസിഷൻ കീ ഫ്രെയിം സെറ്റ് ചെയ്തു. അറ്റ് ദ ബിഗിനിങ്ങിൽ പൊസിഷൻ ഇതുപോലെ അഡ്ജസ്റ്റ് ചെയ്തു. ഈസി സോൾട്ട് കീ ഫ്രെയിംസ്. ഗ്രാഫ് എഡിറ്റർ ഓപ്പൺ ആക്കി സ്പീഡ് ഗ്രാഫ് ഇതുപോലെ അഡ്ജസ്റ്റ് ചെയ്തു. എന്നിട്ട് മോഷൻ ബ്ലർ ആഡ് ആക്കി. ഈ ലേയേഴ്സ് എല്ലാം സെലക്ട് ചെയ്ത് പ്രീകോം ചെയ്തു. റീനെയിം ചെയ്ത് കാർ ട്രാൻസിഷൻ എന്ന് കൊടുത്തു. ഗ്രാഫ് ഞാൻ ഒന്നുകൂടെ അഡ്ജസ്റ്റ് ചെയ്തു. ഇനി എവിടെയാണ് ട്രാൻസിഷൻ നടക്കുന്നത് അവിടെ ഞാൻ കട്ട് ചെയ്തു ഇതുപോലെ. എന്നിട്ട് ട്രാൻസിഷനിൽ എഫക്ട്സ് ആൻഡ് പ്രീസെറ്റ്സിൽ പോയി സ്ലൈഡർ കൺട്രോൾ ആക്കി പൊസിഷൻ ഓപ്പൺ ആക്കി. എന്നിട്ട് ആൾട്ട് കീ ഹോൾഡ് ചെയ്ത് പൊസിഷൻ കീ ഫ്രെയിം സെലക്ട് ചെയ്തു. ആഡ് എക്സ്പ്രഷൻ വിഗിൾ ഓപ്പൺ ബ്രാക്കറ്റ് 10, ഈ പിക് വിപ്റ്റയിൽ ഞാൻ സ്ലൈഡറിൽ ആഡ് ചെയ്തു. എന്നിട്ട് ക്ലോസ് ബ്രാക്കറ്റ്. സ്ലൈഡർ കീ ഫ്രെയിം സെറ്റ് ചെയ്തു. അറ്റ് ദ ബിഗിനിങ്. അറ്റ് ദ എൻഡിൽ പോയി സ്ലൈഡറിനെ ഇൻക്രീസ് ചെയ്ത് 25 ആക്കി. ഈസി ചെയ്ത് ബോത്ത് കീ ഫ്രെയിംസ്. ഈ ബ്ലാക്ക് പോർഷൻസ് മാറ്റാനായി ഞാൻ മോഷൻ ടൈൽ ആഡ് ആക്കി. ചെക്ക് മിറർ എഡ്ജസ്. ഔട്ട്പുട്ട് വിഡ്ത്ത് ആൻഡ് ഹൈറ്റ് 200. ആൻഡ് ദാറ്റ്സ് ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ, ബോയ്സ് ആൻഡ് ഗേൾസ്. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഈ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, മാക്സിമം ഫ്രണ്ട്സ് ഷെയർ ചെയ്യുക. താങ്ക് യു.